അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ക്രൂശിതനായ ഈശോയെ, ഉദ്ധിതനായ ഈശോയെ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മനുഷ്യാവതാര രഹസ്യങ്ങളുടെ യോഗ്യതകളാൽ ലോകം മുഴുവനോടും ഞങ്ങൾ ഓരോരുത്തരോടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരുപാട് തിന്മയുടെ ആക്രമണമുള്ള കാലഘട്ടമാണ്. പാപ പരീക്ഷകൾക്കും പ്രലോഭനങ്ങൾക്കിടയിലുമാണ് ഞങ്ങൾ. ആരും സുരക്ഷിതരല്ല എന്ന തോന്നലാണ് ഉള്ളിൽ. കർത്താവേ, അങ്ങയുടെ അനന്തമായ കൃപയും സ്നേഹവും സംരക്ഷണവും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു തിന്മയും ഞങ്ങളെ കാണാത്ത വിധം ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നിന്റെ സംരക്ഷണം വേണം. ഞങ്ങളുടെ വൈദികർക്ക് നിന്റെ സംരക്ഷണം വേണം. ഞങ്ങളുടെ സമർപ്പിതർക്ക് നിന്റെ സംരക്ഷണം വേണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിന്റെ സംരക്ഷണം വേണം. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ സംരക്ഷണം വേണം. ഞങ്ങളുടെ യുവജനങ്ങൾക്ക് നിന്റെ സംരക്ഷണം വേണം. ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സമയം. നിന്റെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളെല്ലാവരെയും പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയം. ഈശോയേ, നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയേ. സഭയ്ക്കെതിരെയുള്ള എല്ലാ തിന്മയുടെ പ്രവർത്തനങ്ങളെയും ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കുടുംബങ്ങളെ തകർക്കാനുള്ള തിന്മയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ, എല്ലാ തിന്മകളെയും ഈ സമയം ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം, തെറ്റായ കൂട്ടുകെട്ടുകൾ, അവിശ്വാസം, സ്നേഹരാഹിത്യം, അശുദ്ധി, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ യുവജനങ്ങളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ മാധ്യമങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മാധ്യമങ്ങൾ കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാധ്യമങ്ങളിലൂടെ കുത്തിവെക്കപ്പെടുന്ന തിന്മകളെ ഓർത്ത്, തെറ്റായ പ്രബോധനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളെല്ലാവരെയും പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തിന്മയും കാണാത്ത വിധം കള്ളൻ ഒരുപാട് കാര്യങ്ങൾ മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു, നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് എന്നരുളി ചെയ്ത ഈശോയെ, ഹല്ലേലൂയ. എന്നാൽ കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ് എന്ന് പറഞ്ഞ ഈശോയെ, ഈ സമയം ദുഷ്ടന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളുടെ യുവതി യുവാക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളുടെ വൈദികരെ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളുടെ സന്യസ്തരെ പൊതിഞ്ഞു പിടിക്കണമേ. തിരുസഭയെ പൊതിഞ്ഞു പിടിക്കണമേ. കുടുംബങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. മാതാപിതാക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. സഹോദരങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രൂശിതനെ, ഉദ്ധിതനെ, മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. തിന്മ കാണാതെ കാക്കണമേ. പരിശുദ്ധ അമ്മ തയ്യൽ കൂടാതെ നെയ്തു കൊടുത്ത ആ മേലങ്കിക്കുള്ളിൽ നിന്റെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എല്ലാവരെയും പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം കൊടുത്ത്, ജീവിതം കൊടുത്ത് ഈ ഗാനത്തോട് ചേർന്ന് പാടി വലിയ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ.
ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗ്ഗമായി തീരും. ഈശോയെ നിന്റെ അനന്തമായ കൃപയിൽ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുകയാണ് ഈ സമയം. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും ഓർത്തു പ്രാർത്ഥിക്കുന്ന ഈശോയെ, കാനായിലെ കൽഭരണിയാണ് ഞങ്ങൾ. ഈ കൽഭരണിയിലുള്ളത് പച്ചവെള്ളമാണ്. പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചു വരുത്തിയിട്ട് സന്തോഷം കൊടുക്കാനാകാത്ത, സന്തോഷത്തിൻ്റെ വീഞ്ഞു കൊടുക്കാനാകാത്ത കൽഭരണി. ജീവിത പങ്കാളിക്ക്, അപ്പന്, അമ്മയ്ക്ക്, സഹോദരങ്ങൾക്ക്, മക്കൾക്ക്, പ്രിയപ്പെട്ടവർക്കൊക്കെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വീഞ്ഞു കൊടുക്കാൻ പറ്റാത്ത നിസ്സഹായനാണ് ഞാൻ കർത്താവേ. എൻ്റെ കയ്യിലുള്ളത് വെറും പച്ചവെള്ളമാണ്. ഈ പച്ചവെള്ളത്തെ വാഴ്ത്താൻ കഴിവുള്ളവൻ നീ മാത്രമാണെന്ന് എനിക്കറിയാം. ഈ സമയം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ പച്ചവെള്ളത്തെ വാഴ്ത്തി മേൽത്തരം വീഞ്ഞാക്കണ ഈശോയെ. സമാധാനമില്ല ഇവിടെ, സന്തോഷമില്ല, സൗഹൃദമില്ല, അകന്നുപോയി, സ്വസ്ഥതയില്ല, നിരാശയാണ്. ഈശോയെ, ഹൃദയം തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. ചേർന്ന് പാടാം. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ? 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 ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും സമർപ്പിക്കെല്ലാവരും. പഠിക്കുന്ന മക്കൾ പ്രാർത്ഥിക്കുക. പഠനത്തിൽ ഉന്നത വിജയം കിട്ടണ്ടേ. അനുസരണക്കേട്, അനുസരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള മക്കൾ പ്രാർത്ഥിക്കുക. ഈ സമയം സമാധാനമില്ലാത്തവർ പ്രാർത്ഥിക്കുക. സാമ്പത്തിക കടബാധ്യതകളിൽ കഴിയുന്നവർ പ്രാർത്ഥിക്കുക. ഹൃദയ സമാധാനമില്ലാത്തവർ പ്രാർത്ഥിക്കുക. പാപ പരീക്ഷകളിൽ എപ്പോഴും ഉൾപ്പെട്ടു പോകുന്നവർ പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ നോക്കി ചിരിക്കാൻ പോലും സാധിക്കാത്തവർ പ്രാർത്ഥിക്കുക. ക്ഷമിക്കാൻ പറ്റാത്ത മക്കൾ പ്രാർത്ഥിക്കുക. ഈ സമയം എൻ്റെ ജീവിതത്തിൻ്റെ പച്ചവെള്ളത്തെ വാഴ്ത്തി വീഞ്ഞാക്കണേ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും. ഹൃദയം തുറന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. ഈ
പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ? ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ? ഹല്ലേലൂയ. ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്നു പോയവരെ, തളർന്നു പോയവരെ, കഷ്ടപ്പെടുന്നവരെ, രോഗികളെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കയ്യെത്താ ദൂരത്താണ് നിൽക്കുന്നത്. അത് വാങ്ങിത്തരാൻ കഴിവുള്ളവൻ നീ മാത്രമാണ്. ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, വീടിനെക്കുറിച്ച്, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചൊക്കെ. എന്നാൽ ഇതെല്ലാം കയ്യെത്താ ദൂരത്താണ്, കയ്യെത്താ ദൂരത്ത്. കല്ലേറ് ദൂരെ നീ രക്തം വീർത്തില്ലേ കർത്താവേ. ഗത്സമൻ ഞങ്ങളെല്ലാവരും കടന്നു പോകേണ്ട ഒരു തോട്ടമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു ഗത്സമൻ തോട്ടമുണ്ട്. ഗത്സമൻ ഇല്ലാത്ത ആരും ഈ ലോകത്തില്ല. രക്തം വിയർക്കുന്ന അനുഭവമുണ്ട് കർത്താവേ. ഈ ഗത്സമൻ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നറിയാം. ഗത്സമനിലൂടെ ഞങ്ങൾ കടന്നുപോയേ പറ്റൂ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതൊന്നു മാത്രമാണ്. മാലാഖമാരെ അയക്കണം ഗത്സമനിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ. വിളമ്പിയത് കുരിശു വരച്ച് കഴിക്കാനാണ് ഞങ്ങൾ പഠിക്കുന്നത്. വിളമ്പിയ ഭക്ഷണം മാറ്റിത്തരാനല്ല. അനുദിന ജീവിതത്തിൽ വിളമ്പപ്പെട്ടതൊക്കെ കുടുംബത്തിലൂടെയും അനുദിന ജീവിത സാഹചര്യത്തിലൂടെയും കിട്ടിയതൊക്കെ കുരിശ് വരച്ച് നന്ദി പറഞ്ഞ് കഴിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, കല്ലേറ് ദൂരെ ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാഖമാരെ വിട്ട് ആശ്വസിപ്പിക്കണം നീ. ഹൃദയം തുറന്ന് ഈരടികൾ പാടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ചിരിക്കാൻ കാരണം ചികയുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. ജീവിക്കാൻ കാരണം തിരയുന്നവരുണ്ട്. തോളത്ത് മയങ്ങിയ പലരും മറന്നല്ലോ എന്ന ചിന്തയുണ്ട്. തൊലി ഉരിയുന്ന പോലെ മറ്റുള്ളവർ പഴിക്കുന്നവരുണ്ട്. ക്ഷമിക്കാൻ പറ്റില്ല കർത്താവേ, മറക്കാൻ പറ്റില്ല കർത്താവേ എന്ന് പറയുന്നവരോട് അവൻ ചിരിക്കുന്ന മുഖത്തോടെ വിരിച്ച കരത്തോടെ പറയും, മറക്ക് നീ, എല്ലാം മറക്ക്. ഇനിയും മറക്കാൻ പൊറുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ രക്തം വിയർത്ത മുഖവും മുറിഞ്ഞ ശിരസ്സും കാണിച്ചു തരും. അപ്പോൾ നീ പറയണം, ഞാൻ പൊറുക്കും. നിന്നോളം എനിക്ക് മുറിവേറ്റിട്ടില്ല,
നിന്നോളം ഞാൻ കരഞ്ഞിട്ടുമില്ല. ഈ ഈരടികളിലൂടെ നമുക്കൊരിക്കൽ കൂടി യാത്ര പോകാം. ഒരുപാട് സൗഖ്യം ഈ സമയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സർവരോടും ക്ഷമിക്കാൻ, വേദനയിൽ ശക്തി പ്രാപിക്കാൻ ദൈവം സഹായിക്കട്ടെ. ക്രൂശിതനേ, ഉത്തിതനേ, മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ, ഉദ്ധിതനേ, മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ